നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം AI ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ്ങിലാണ്. AI-യിലൂടെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടുന്ന സ്ക്രിപ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. AI-യിലൂടെ നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. AI-യിലൂടെ നമ്മുടെ വീഡിയോ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ AI-യിലൂടെ നമുക്ക് വോയിസ് ഓവറും കൊടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ കുറേ നാളുകളായി നിങ്ങൾ യൂട്യൂബിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് ആളുകൾ അവരുടെ വീഡിയോയ്ക്ക് കൊടുക്കുന്ന തംബ്നെയിൽ AI ജനറേറ്റഡ് തംബ്നെയിലാണ് കൊടുക്കുന്നത്. ഞാനും എൻ്റെ ചില വീഡിയോസിൽ AI ജനറേറ്റഡ് തംബ്നെയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന തംബ്നെയിലുകൾ ഞാൻ AI-യിലൂടെ ക്രിയേറ്റ് ചെയ്ത തംബ്നെയിലുകളാണ് എൻ്റെ ചില വീഡിയോസിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വീഡിയോയുടെയും തംബ്നെയിൽ ഞാൻ AI-യിലൂടെ തന്നെ ജനറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു തംബ്നെയിലാണ്. അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത്, എന്നെ ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെ AI തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചാനലിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? നമ്മുടെ മോണിറ്റൈസേഷന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? നമ്മുടെ ഈ വീഡിയോയ്ക്കോ നമ്മുടെ ഈ ചാനലിനോ എന്തെങ്കിലും സ്ട്രൈക്കോ കാര്യങ്ങളോ കിട്ടുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളും പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഇതേപോലെ AI തംബ്നെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സേഫ് ആണോ, അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ, അതുപോലെ AI തംബ്നെയിൽ കൊടുക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ശരി, നിങ്ങൾ ഇപ്പോൾ AI തംബ്നെയിൽ കൊടുക്കുന്നില്ല, പക്ഷേ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ AI തംബ്നെയിൽ കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ തംബ്നെയിൽ പോലും ഞാൻ AI-യിലൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കില്ലായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബ് തന്നെ നമുക്ക് AI തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബ് തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഈ AI തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അത് നമ്മൾ കറക്റ്റായി മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ AI തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളതിൽ ഈ കോപ്പിറൈറ്റഡ് ഇമേജസോ ഫോട്ടോസോ കൊടുക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരു മൂവിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നമ്മൾ തംബ്നെയിലിൽ കൊടുക്കുകയോ, അതല്ലെങ്കിൽ ഈ ട്രേഡ് മാർക്കായിട്ടുള്ള എന്തെങ്കിലും ലോഗോ എടുത്ത് നമ്മൾ ഈ തംബ്നെയിലിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നം വന്നെന്ന് വരാം. അത് നമുക്ക് യൂട്യൂബ് അല്ല പ്രശ്നം തരുന്നത്, നമ്മൾ ആരുടെ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഇമേജസ് ആണോ എടുക്കുന്നത് അവർ വിചാരിക്കുകയാണെങ്കിൽ അവർ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട്, ഇപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു തംബ്നെയിലിൽ എൻ്റെ ഫോട്ടോഗ്രാഫ് കൊടുക്കുകയാണെങ്കിൽ, അത് നിങ്ങൾ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ശരി, യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നും ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ വിചാരിച്ചാൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾ എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ഫോട്ടോഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് തരാൻ പറ്റും. കുറച്ചുകൂടി വിശദമാക്കാനായിട്ട്, ഒരുപാട് ആളുകൾ ഈ പൊളിറ്റീഷ്യൻസിൻ്റെയും അതുപോലെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് അവരുടെ ഈ തംബ്നെയിലിൽ കൊടുക്കാറുണ്ട്. ഞാനും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോഗ്രാഫ്സ് എൻ്റെ 1-2 തംബ്നെയിലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റ് പല ആളുകളും നമ്മുടെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ഫോട്ടോഗ്രാഫ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രശ്നമുണ്ടായെന്ന് വരാം. അപ്പോൾ ഇവർ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് തരണം, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടിയെന്ന് വരാം. അല്ലാതെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല. പക്ഷേ നിങ്ങളിവിടെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും അവരാർക്കും അങ്ങനെ സ്ട്രൈക്കും കാര്യങ്ങളും കൊടുക്കാറില്ല. അവർക്ക് അതിനുള്ള സമയവുമില്ല. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും മറ്റ് യൂട്യൂബറിൻ്റെ ഫോട്ടോഗ്രാഫും കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ പേടിക്കണം. കാരണം അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് തരാൻ പറ്റും, അവർക്ക് അതിനുള്ള സമയവുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ AI ഉപയോഗിച്ച് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണിത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ AI ഉപയോഗിച്ച് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തോ, പക്ഷേ അത് മിസ്ലീഡിങ് തംബ്നെയിലായി പോകരുത്. അതായത് നിങ്ങൾ ഈ തംബ്നെയിലിൽ കാണിക്കുന്ന കാര്യങ്ങളൊന്ന്, പക്ഷേ നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ മറ്റൊന്ന്. പലരും ചെയ്യുന്ന കാര്യമാണ് ക്ലിക്ക് ബൈറ്റ് കൂട്ടാനായിട്ട്, കൂടുതൽ വ്യൂസ് കിട്ടാനായിട്ട് തംബ്നെയിലിൽ വലിയ വലിയ കാര്യങ്ങളായിരിക്കും എഴുതി കൊടുത്തിരിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഈ ഒരു പരിപാടി നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതല്ലാതെ AI ഉപയോഗിച്ച് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. അത് നിങ്ങളുടെ കണ്ടന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ ഈ തംബ്നെയിലിൽ നിങ്ങൾ കാണിക്കുന്നത്. ഇനി നിങ്ങൾ AI ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതായത് A to Z കാര്യങ്ങളും നിങ്ങൾ AI ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, വോയിസ് ഓവർ കൊടുക്കുന്നത്, അതുപോലെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ AI ഉപയോഗിച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത് മോണിറ്റൈസ് ആകാൻ
വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇതിനെ ലോ എഫർട്ട് കണ്ടന്റ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ എഫർട്ട് ഇവിടെ യൂട്യൂബിന് കാണാൻ കിട്ടുന്നില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മോണിറ്റൈസ് ആകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ആയിരിക്കണം. ഒന്നെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ആയിരിക്കണം. ഒന്ന് AI ആയിക്കോട്ടെ, ഒന്ന് നിങ്ങളുടെ ആയിരിക്കണം. അതായത് ഒന്നെങ്കിൽ വീഡിയോ, അത് നിങ്ങൾ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ വോയിസ് ഓവർ നിങ്ങളുടെ സ്വന്തമായിരിക്കണം. അതല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ സ്വന്തമായി ഷൂട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതായിരിക്കണം. നിങ്ങളുടെ ഫേസ് കാണിച്ചിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും ശരി, നിങ്ങളുടെ സ്വന്തമായി ഷൂട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത വീഡിയോ, അതിൽ നിങ്ങൾ AI വോയിസ് ഓവർ കൊടുത്തോ, ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ സ്വന്തമാണെങ്കിൽ മാത്രമേ മോണിറ്റൈസ് ആകാനുള്ള ചാൻസ് അവിടെ ഉള്ളൂ. അതല്ലെങ്കിൽ മോണിറ്റൈസ് ആകുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത് AI ഉപയോഗിച്ച് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, ചാനലിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, മോണിറ്റൈസ് ആവുകയും ചെയ്യും, ഒരു സ്ട്രൈക്കും കാര്യങ്ങളും കിട്ടത്തുമില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.